MLA-ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കൽക്കാജിയിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ മിനുസമാർന്നതാക്കുമെന്ന് പറഞ്ഞ ഒരു BJP നേതാവിനെ ഓർക്കുന്നുണ്ടോ? ആരും അത്ര പെട്ടെന്ന് മറക്കാൻ ഇടയില്ല. ഇപ്പോഴിതാ ആ നേതാവിന് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അത്തരം അപ്രസക്തമായ കാര്യങ്ങൾക്ക് പകരം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് എന്നും രമേശ് ബുദിരി സ്വന്തം കവിളുകളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്നുമാണ് പ്രിയങ്ക ഗാന്ധി മുൻ BJP MP-യായ രമേശ് ബിദുരിയുടെ വിവാദ പരാമർശത്തിന് മറുപടി നൽകിയത്. ബിദുരിയുടെ പരാമർശം വലിയ വിവാദമാകുകയും കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. BJP-യുടെ സ്ത്രീവിരുദ്ധ മനോഭാവത്തിന്റെ തെളിവാണിതെന്നായിരുന്നു അവർ ആരോപിച്ചത്. നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ബീഹാറിലെ റോഡുകൾ ഹേമമാലിനിയുടെ കവിളുകൾ പോലെ മിനുസമാർന്നതാക്കുമെന്ന് ലാലു യാദവ് ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ആ വാഗ്ദാനം പാലിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. എങ്കിലും ഓഖ്ലയിലെ സംഗം വിഹാറിലെയും റോഡുകൾ ഞങ്ങൾ മാറ്റിമറിച്ചതുപോലെ കൽക്കാജിയിലെ എല്ലാ റോഡുകളും പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ മിനുസമാർന്നതാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്നായിരുന്നു രമേശ് ബിദുരി പറഞ്ഞത്. ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് BJP നേതാവിന്റെ ഈ പരാമർശം. ഇതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. രമേശ് ബിദുരിയുടെ പരാമർശം ലജ്ജാകരമാണെന്നും സ്ത്രീകളോടുള്ള വെറുപ്പുളവാക്കുന്ന മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് ചൂണ്ടിക്കാട്ടി. പാർലമെന്റിൽ തന്റെ സഹ MP-യെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഒരു ശിക്ഷയും നേരിടാത്ത ഒരാളിൽ നിന്ന് മറ്റെന്താണ് നാം പ്രതീക്ഷിക്കേണ്ടതെന്നും സുപ്രിയ ചോദിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത്. ബിദുരിയുടെ വാക്കുകൾ BJP-യുടെ പ്രത്യയശാസ്ത്രപരമായ RSS മൂല്യങ്ങളെ പ്രതിഫലിക്കുന്നതാണ് എന്നായിരുന്നു ഖേര അഭിപ്രായപ്പെട്ടത്. പല BJP നേതാക്കളിലും ഇതേ നിലപാട് തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നും അദ്ദേഹം ആരോപിച്ചു. AAP MP സഞ്ജയ് സിംഗും രമേശ് ബിദുരിയുടെ പ്രസ്താവനയെ അപലപിക്കുകയും എക്സിൽ വീഡിയോ പങ്കിടുകയും BJP-യുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ സ്ത്രീകൾക്ക് എങ്ങനെ സുരക്ഷിതത്വം ലഭിക്കുമെന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും വിഷയത്തിൽ BJP നേതൃത്വം തങ്ങളുടെ അഭിപ്രായം അറിയിച്ചിട്ടില്ല. എന്നാൽ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ബിദുരി ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണെന്നായിരുന്നു ബിദുരി പറഞ്ഞത്. അതേസമയം ഇതിനു മുൻപും ബിദുരി വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. MP ആയിരുന്നപ്പോൾ ഇദ്ദേഹം അസഭ്യ പരാമർശം നടത്തിയിരുന്നു. ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയാണ് ബിദുരി. AAP നേതാവ് അതിഷിക്കെതിരെയാണ് രമേശ് ബിദുരി മത്സരിക്കുന്നത്. അതിഷിക്കെതിരെയും രമേശ് ബിദുരി വിവാദ പരാമർശം നടത്തിയിരുന്നു. ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു രമേശ് ബിദുരി അതിഷിക്കെതിരെ അധിക്ഷേപം നടത്തിയത്. അതിഷി അച്ഛനെ മാറ്റിയെന്നായിരുന്നു ബിദുരി പറഞ്ഞത്. ഈ മർലേന ഇപ്പോൾ സിംഗ് ആയിരിക്കുകയാണ്. അവർ പേര് മാറ്റിയിരിക്കുകയാണ്. മർലേന തന്റെ പിതാവിനെ പോലും മാറ്റി. ഇത് ആം ആദ്മി പാർട്ടിയുടെ സ്വഭാവമാണ് പ്രതിഫലിക്കുന്നത്. നമ്മുടെ ധീര സൈനികരെ ഇല്ലായ്മ ചെയ്ത അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടത്തരുതെന്നാവശ്യപ്പെട്ട് ദയാഹർജി നൽകിയവരാണ് അതിഷിയുടെ മാതാപിതാക്കൾ. അങ്ങനെയുള്ളവരെ പിന്തുണയ്ക്കണമോ എന്ന് ജനങ്ങളോട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് രമേശ് ബിദുരി പറഞ്ഞിരുന്നത്. രമേശ് ബിദുരിയുടെ അധിക്ഷേപ പരാമർശത്തിന് മറുപടി നൽകാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അതിഷി വികാരഭരിതയായ കാഴ്ചയും നാം കണ്ടതാണ്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി ഇത്രയും തരം താണ പ്രസ്താവന നടത്താമോ എന്നാണ് അതിഷി അന്ന് ചോദിച്ചത്. രാജ്യത്തെ രാഷ്ട്രീയം ഇത്രയും അധപതിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും അതിഷി പറഞ്ഞിരുന്നു.